നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ നമ്മൾ MS വേർഡാണ് പഠിച്ചുകൊണ്ടിരുന്നത്. വേർഡിനകത്ത് പേജ് ലേഔട്ട് ടാബ് വരെയാണ് നമ്മൾ പഠിച്ചത്. പേജ് ലേഔട്ട് ടാബിൽ തീംസും പേജ് സെറ്റപ്പ് വരെയുള്ള ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഹൈഫനേഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ബാക്കിയിലേക്ക് പോകാം. നമുക്ക് അടുത്തതെന്ന് പറയുന്നത് പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പാണ്. ഈ പേജ് ബാക്ക്ഗ്രൗണ്ടിനകത്ത് വരുന്ന ഏതൊക്കെയാണ്? വാട്ടർമാർക്ക് ഉണ്ട്, പേജ് കളറുണ്ട്, പേജ് ബോർഡർ ഉണ്ട്. പേജ് ബോർഡർ അല്ലെങ്കിൽ വാട്ടർമാർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വാട്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫൈൻഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഗോസ്റ്റഡ് ടെക്സ്റ്റ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ ഈ ഒരു ഡോക്യുമെൻറ്റിന് ബിഹൈൻഡിലായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കണം. അത് നമ്മുടെ ഡോക്യുമെൻറ്റിനെ അഫക്റ്റ് ചെയ്യാനും പാടില്ല. ഇപ്പം നോക്കിയേ, ഈ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെൻ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ ഈ റെഫറൻസസ് ഫുട് നോട്ടൊക്കെ എഴുതിയേക്കുന്നതിൻ്റെ ബിഹൈൻഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ഷെയ്ഡ് പോലെ ഒരു ടെക്സ്റ്റ് കാണാൻ പറ്റും. ഞാനിവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് മാസ്റ്ററിങ് എഡ്യൂടെക് എന്ന് നമ്മളിവിടെ ഇങ്ങനെ ഒരു ഗോസ്റ്റഡ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് വാട്ടർമാർക്ക്. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഡോക്യുമെൻ്റ് തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ ലോഗോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ടെക്സ്റ്റിൻ്റെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബിഹൈൻഡിൽ ഗോസ്റ്റഡ് ടെക്സ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർമാർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേജ് ലേഔട്ട് ടാബിനകത്താണ് ഏത് വരുന്നത്? പേജ് ലേഔട്ട് ടാബിലെ പേജ് ബാക്ക്ഗ്രൗണ്ടിലാണ് എന്ത് വരുന്നത്? വാട്ടർമാർക്ക്. ഓർത്താൽ മതി, ഇത് എവിടെയാണ് വരുന്നത്? ബാക്ക്ഗ്രൗണ്ടിലല്ലേ വരുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പിലാണ് ഏത് വരുന്നത്? വാട്ടർമാർക്ക് വരുന്നത്. വാട്ടർമാർക്ക് കണ്ടോ, ഇതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതുപോലെ ബിൽറ്റിൻ ആയിട്ടുള്ള വാട്ടർമാർക്കുകളുണ്ട്. കോൺഫിഡൻഷ്യൽ ഡു നോട്ട് കോപ്പി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കസ്റ്റം വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ കസ്റ്റം വാട്ടർമാർക്ക് എടുത്തു കഴിഞ്ഞാൽ നോ വാട്ടർമാർക്ക് വേണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാം. പിക്ചർ വാട്ടർമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുത്തിട്ട് നമുക്ക് ഒരു ഇമേജിനെയോ ലോഗോയോ ഒക്കെ സെലക്ട് ചെയ്തിട്ട് അതിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് വാട്ടർമാർക്കുണ്ട്. ടെക്സ്റ്റ് വാട്ടർമാർക്കിൽ ഇവിടെ ലാംഗ്വേജ് ഉണ്ട്. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് ഉണ്ട്. ഇവിടെ ഞാൻ മാസ്റ്ററിങ് എഡ്യൂടെക്കാണ് കൊടുത്തിരിക്കുന്നത്. വേറെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ മാസ്റ്ററിംഗ് മാത്രം ഞാൻ കൊടുത്ത് നോക്കാം. ചേഞ്ച് ആവുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ മാസ്റ്ററിംഗ് കൊടുത്തു. ഫോണ്ട് കാലിബ്രി, ഫോണ്ട് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. സൈസ് മാറ്റി കൊടുക്കാം. കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലേഔട്ട്, ഡയഗണൽ വേണോ ഹൊറിസോണ്ടൽ വേണോ? നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ഡയഗണലാണ്. ഹൊറിസോണ്ടൽ കൊടുക്കാം. ഞാൻ ഹൊറിസോണ്ടൽ കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ എങ്ങനെ വന്നു? മാസ്റ്ററിംഗ് വന്നു. പക്ഷേ ഇത് നമ്മുടെ ഡോക്യുമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് വാട്ടർമാർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം കസ്റ്റം വാട്ടർമാർക്ക് എടുത്തിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വാട്ടർമാർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? റിമൂവ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പം ഇതാണ് വാട്ടർമാർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഡോക്യുമെൻ്റ് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു ഫൈൻ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഗോസ്റ്റഡ് ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? വാട്ടർമാർക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് പേജ് കളറാണ്. പേജ് കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് പേജിന് കളർ കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇപ്പം ഞാൻ ഓരോ കളർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ആകുന്നുണ്ട്. ഇനി അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ പേജ് ബോർഡറാണ്. ബോർഡറും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഏതൊക്കെ ഓപ്ഷനാണ് ഉള്ളത്? നണ്ണുണ്ട്, ബോക്സ് ഉണ്ട്, ഷാഡോ ഉണ്ട്, 3D ഉണ്ട്, കസ്റ്റം ഉണ്ട്. ഇതാണ് നമ്മുടെ പേജ് ബോർഡർ സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റൈൽസ് ഉണ്ട്. ഏത് ലൈൻ ബോർഡർ വരേണ്ട ഏത് ലൈനാണ് വരേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കാണ് കിടക്കുന്നത്. കളറും നമുക്ക് ഇവിടുന്ന് ബോർഡറിൻ്റെ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വിഡ്ത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൊടുക്കുന്ന ആ ലൈൻ ഏത് വിഡ്ത്തിൽ വേണമെന്ന് കൊടുക്കാം. ആർട്ട് കൊടുക്കാം. അതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ പ്രിവ്യൂ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബോർഡർ നമ്മുടെ ഡോക്യുമെൻറ്റിൽ വരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം? ബോർഡർ ചെയ്ത് കൊടുക്കാം. അപ്പം പേജ് ലേഔട്ടിനകത്ത് പേജ് ബാക്ക്ഗ്രൗണ്ടിലാണ് വാട്ടർമാർക്ക്, കളറ്, പേജ് ബോർഡർ, ഇത്രയും ഓപ്ഷൻസ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ഗ്രൂപ്പാണ്. നമ്മൾ നേരത്തെ ഹോം ടാബിൽ പാരഗ്രാഫ് പഠിച്ചിരുന്നത് എന്താണ്? ഇൻഡൻറ്റും സ്പേസിംഗ് ഉണ്ടെന്ന്. ഇത് പാരഗ്രാഫിനെ ഇൻഡൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഇൻഡൻറ്റ് ഉണ്ട്. അത് ഡിക്രീസ് ഇൻഡൻറ്റും ഉണ്ട്, ഇൻക്രീസ് ഇൻഡൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ സ്പേസിംഗ് ഉണ്ട്. സ്പേസിംഗ് എന്ന് പറയുന്നത് പാരഗ്രാഫിന് മുന്നേ ഉള്ള സ്പേസും ആഫ്റ്റർ ഉള്ള സ്പേസും. ബിഫോർ സ്പേസിംഗ്, അതായത് ഒരു പാരഗ്രാഫ് തുടങ്ങുന്നതിന് മുന്നേ എത്ര സ്പേസ് വേണം, അതിന് ശേഷം എത്ര സ്പേസ് വേണമെന്നുള്ളത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വരുന്നത് അറേഞ്ച് ആണ്. അറേഞ്ച് ഇപ്പോൾ നമ്മൾ ഇമേജസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ ഇമേജിൽ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബോക്സോ ഷേപ്സോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ടെക്സ്റ്റ് എങ്ങനെ വരണം എന്നുള്ളതാണ് ഇതിൽ അറേഞ്ചിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറേഞ്ചിൽ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? പൊസിഷൻ ഉണ്ട്, ബ്രിങ് ടു ഫ്രണ്ട് ഉണ്ട്, സെൻഡ് ടു ബാക്ക് ഉണ്ട്, ടെക്സ്റ്റ് റാപ്പിംഗ് ഉണ്ട്, അലൈൻ ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, റൊട്ടേറ്റ് ഉണ്ട്. ഇത്രയും ഓപ്ഷൻസ് ആണ് അറേഞ്ചിനകത്ത് വരുന്നത്.
ഇനി അടുത്ത ടാബ് എന്ന് പറയുന്നത് റെഫറൻസസ് ടാബാണ്. റെഫറൻസസിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ ടേബിൾ ഓഫ് കണ്ടൻറ്റ്. ടേബിൾ ഓഫ് കണ്ടൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ബിൽറ്റിൻ ആയിട്ടുള്ള ടേബിൾസ് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ആഡ് ടെക്സ്റ്റും അപ്ഡേറ്റ് ടേബിളും ഉണ്ട്. പിന്നെ വരുന്നത് ഫൂട്ട് നോട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഫൂട്ട് നോട്ട്. നമുക്ക് എന്താ ഫൂട്ട് നോട്ട് ഡോക്യുമെൻറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഇൻസേർട്ട് ഫൂട്ട് നോട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ നോട്ടും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫൂട്ട് നോട്ടും എൻ നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഫൂട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിനെ പറ്റിയിട്ടൊരു നോട്ട് നമുക്ക് എന്താ അതിന് റെഫറൻസിന് വേണ്ടിയിട്ടൊരു നോട്ട് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആണ് നമ്മൾ ഫൂട്ട് നോട്ടും എൻ നോട്ടും യൂസ് ചെയ്യുന്നത്. ഈ ഫൂട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേജിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ ആ റെഫറൻസ് വരണം, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ആ ഡിസ്ക്രിപ്ഷൻ വരണം എന്നുണ്ടെങ്കിൽ ഫൂട്ട് നോട്ട് കൊടുക്കുക. ആ ഡോക്യുമെൻറ്റിൻ്റെ ലാസ്റ്റിലാണ് വരേണ്ടതെങ്കിൽ നമ്മൾ എൻ നോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ റെഫറൻസിൻ്റെ ഇവിടെ വെച്ചു, ഇൻസേർട്ട് ഫൂട്ട് നോട്ട് കൊടുത്തു. ഫൂട്ട് നോട്ട് കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ റെഫറൻസസിൻ്റെ ഇവിടെ എന്ത് വന്നു, 1 എന്ന് പറയുന്ന ഒരു നമ്പർ വന്നു. ഇവിടെയും 1 വന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് നോട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആ റെഫറൻസിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു റെഫറൻസ് നോട്ട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു നോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ റെഫറൻസസിനെ പറ്റി റെഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും, ആ ഫൂട്ട് നോട്ടിലേക്ക് പോകും. കണ്ടോ ഈ 1 എന്ന് പറയുന്ന നമ്പറിൽ എപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്താലും ആ ഫൂട്ട് നോട്ടിലേക്കായിരിക്കും പോകുന്നത്. ഇനി വേറെ ഫൂട്ട് നോട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇനി എൻ നോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ചു, ഈ അറേഞ്ചിൻ്റെ അവിടെ ഞാൻ വെച്ചിട്ട് ഇൻസേർട്ട് എൻ നോട്ട് കൊടുത്തു. എൻ നോട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ലാസ്റ്റിലാണ് പോകുന്നത്. കണ്ടോ ലാസ്റ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഞാനൊരു നോട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് റിട്ടേൺ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് വരുവാണ്. ഡോക്യുമെൻറ്റിലേക്ക് വന്നിട്ട് നമ്മൾ എവിടെയാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെയല്ലേ നമ്മൾ കൊടുത്തത്. ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നോക്കി ഇവിടെ വെക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും എൻ നോട്ട് എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതല്ല നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ നോട്ടിലേക്ക് പോകും. കണ്ടോ എൻ നോട്ട് പോകും. എൻ നോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ ലാസ്റ്റിലായിരിക്കും പോകുന്നത്. ഫൂട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ ആ പേജിൻ്റെ നമ്മൾ ഏത് പേജിലാണോ ആ പേജിൻ്റെ ലാസ്റ്റിലേക്കായിരിക്കും അത് പോകുന്നത്. ഇതാണ് എൻ നോട്ടും ഫൂട്ട് നോട്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഫൂട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ ആഡ് എ ഫൂട്ട് നോട്ട് ടു ദ ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻറ്റിലേക്ക് നമുക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം, ഫൂട്ട് നോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് സൈറ്റേഷൻസ് ആൻഡ് ബിബ്ലിയോഗ്രഫി ആണ്. അപ്പോൾ ഈ സൈറ്റേഷൻസ് ആൻഡ് ബിബ്ലിയോഗ്രഫിയിൽ നമുക്ക് സൈറ്റേഷൻ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബുക്കോ ജേർണലോ ആർട്ടിക്കിളോ ഒക്കെ ഒരു എന്താണ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, സൈറ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റിൽ കൊടുക്കുന്ന ലിസ്റ്റ് ഓഫ് സോഴ്സസിനെയാണ് എന്ത് പറയുന്നത്, ബിബ്ലിയോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ബിബ്ലിയോഗ്രഫി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് ക്യാപ്ഷനാണ്. ക്യാപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു പിക്ചറോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ക്യാപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇമേജ് കാണിച്ചിരിക്കുന്ന കണക്ക് തന്നെ നമുക്ക് ക്യാപ്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പം ഇത്രയുമാണ് ഈ റെഫറൻസസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് മെയിലിങ്സ് ടാബാണ്. മെയിലിങ്സ് ടാബ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാബ് തന്നെയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് മെയിലിങ്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം മെയിലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിലിങ്സ് യൂസ് ചെയ്യുന്നത്. അതായത് എനിക്കിപ്പോൾ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാരേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഒരു 10ഓ 50ഓ ഫ്രണ്ട്സിനെ എനിക്ക് ഇൻവൈറ്റ് ചെയ്യണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് 50 പേർക്കും വേണ്ടി 50 ലെറ്റർ തയ്യാറാക്കേണ്ട കാര്യമില്ല. ഒറ്റ ലെറ്റർ നമുക്ക് തയ്യാറാക്കിയാൽ മതി. ഈ 50 പേർക്കും വേണ്ടിയിട്ട് നമുക്ക് അയക്കാൻ പറ്റും. ഇത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ മെയിൽ മർജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലെറ്റർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിന് മെയിനായിട്ടും 2 പാർട്ടാണുള്ളത്, മെയിൻ ഡോക്യുമെൻറ്റും ഡേറ്റാ സോഴ്സും. കണ്ടോ ഇതെന്താണ്, ക്രിയേറ്റ് എ പേഴ്സണലൈസ്ഡ് ഫോം ലെറ്റർ. പേഴ്സണലൈസ്ഡ് ലെറ്റർ ക്രിയേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട 2 കാര്യങ്ങളാണ്, മെയിൻ ഡോക്യുമെൻറ്റും ഉണ്ട്, ഡേറ്റാ സോഴ്സും ഉണ്ട്. മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലെറ്ററോ എന്താ നമ്മൾ തയ്യാറാക്കുന്നത് അതിനകത്ത് മാറ്റമില്ലാത്ത കാര്യങ്ങൾ കാണുമല്ലോ. അതായത് ഇപ്പോൾ എനിക്ക് 10 പേർക്ക് ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മാറ്റർ എന്ന് പറയുന്നത് 10 പേർക്കും ഒരേ മാറ്റർ തന്നെയായിരിക്കും. എന്താ, എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വരണം എന്നതായിരിക്കുമല്ലോ അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അത് 10 പേർക്ക് ഒന്ന് തന്നെയായിരിക്കും.
ഇനി ഇപ്പം അത് ആ മാറ്റമില്ലാത്ത പാർട്ട് അതിനെയാണ് മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഈ ഡേറ്റാ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസ്റ്റ് ഓഫ് നെയിംസ് ആൻഡ് അഡ്രസ്സ്. അപ്പം എന്താണ് അത് ചേഞ്ച് ചെയ്യുന്ന പാർട്ടാണ് ഈ ഡേറ്റാ സോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ലെറ്റർ എഴുതുന്ന ലെറ്റർ ഫോർമാറ്റ് എങ്ങനെയാണ്? ഫ്രം ആദ്യമേ വെക്കും. ഫ്രം എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സാണ്. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ടു വെക്കും. ടു എന്ന് പറയുന്ന ആൾക്കാണ് നമ്മൾ അയക്കുന്ന ആളുടെ അഡ്രസ്സാണ് ടൂവിൽ വരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ മാറ്റർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫ്രം എന്ന് പറയുന്നത് നമ്മളല്ലേ അയക്കുന്നത്, നമ്മുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് മാറ്റമില്ലല്ലോ, അതിലെല്ലാത്തിലും വേണ്ടുന്നതാണ്. ആ ഒരു കണ്ടന്റും എല്ലാത്തിലും വേണ്ടുന്നതാണ്. പക്ഷേ നമ്മൾ അയക്കുന്ന ആളുടെ ഇപ്പം നമ്മൾ 10 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ 10 ഫ്രണ്ട്സിന് ഒരേ അഡ്രസ്സ് അല്ല, 10 അഡ്രസ്സാണ്. അപ്പോൾ അവിടെ മാറ്റം വരും. അതാണ് ഡേറ്റാ സോഴ്സ് എന്ന് പറയുന്നത്. അതാണ് ലിസ്റ്റ് ഓഫ് നെയിംസ് ആൻഡ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ മെയിൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കും, അതിനുശേഷം ഡേറ്റാ സോഴ്സ് തയ്യാറാക്കും, അതിനുശേഷം ഈ മെയിൻ ഡോക്യുമെൻറ്റിനെയും ഡേറ്റാ സോഴ്സിനെയും തമ്മിൽ മേർജ് ചെയ്യും, ഒറ്റ ലെറ്ററാക്കി മാറ്റും. അതാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ദേ ഇവിടെ ഞാൻ ഫ്രീ ആയിട്ട് പുതിയതായിട്ടൊരു ഡോക്യുമെൻ്റ് എടുത്തു. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? ഫ്രം കൊടുത്തു. ഫ്രം കൊടുത്തിട്ട് ഞാനവിടെ എ എന്നൊരു അഡ്രസ്സ് കൊടുത്തു. ഒരു മിനിറ്റ്. എ എന്നൊരു അഡ്രസ്സ് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്താ കൊടുക്കേണ്ടുന്നത്? 2 ആണ് കൊടുക്കേണ്ടുന്നത്. അപ്പോൾ ഈ ഒരു 2 പാർട്ട് എന്ന് പറയുന്നത് എന്താ? പലരുടെ അഡ്രസ്സായിരിക്കും. അപ്പോൾ അവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? നമ്മൾ ഡിയർ എന്ന് എഴുതിയിട്ട് നമ്മൾ ആ ഒരു കണ്ടൻറ്റ് കൊടുത്തു. എന്താണ്? ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ കണ്ടൻറ്റ് ആ കണ്ടൻറ്റ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇതിൽ മാറ്റമില്ലാത്ത പാർട്ട് ഫ്രം മാറ്റമില്ല, കണ്ടൻറ്റ് മാറ്റമില്ല, പിന്നെ നമ്മൾ കൊടുക്കുന്നതൊന്നും മാറ്റമില്ല. ഈ 2 പാർട്ടാണല്ലോ മാറ്റമുള്ളത്. നമ്മൾ ആദ്യമേ മെയിൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കിയതിന് ശേഷം മെയിലിങ്സിൽ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് മെയിൽ മെർജ്, ഇവിടെ ലെറ്റർ ആണല്ലോ വേണ്ടത്, നമ്മൾ ലെറ്റർ കൊടുത്തു. ലെറ്ററാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം സെലക്ട് റെസിപ്പിയൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ടൈപ്പ് ന്യൂ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ന്യൂ അഡ്രസ് ലിസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ എടുത്ത് നോക്കി, ഇവിടെ ടൈറ്റിൽ കാണാം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കമ്പനി, അഡ്രസ്സ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് കൊടുക്കേണ്ട 2 അഡ്രസ്സിൽ ചിലപ്പോൾ ഇതെല്ലാം ഒന്നും നമുക്ക് വേണ്ട. അപ്പം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ഇവിടെ ന്യൂ എൻട്രി ഉണ്ട്, ഫൈൻഡ്, ഡിലീറ്റ് എൻട്രി, കസ്റ്റമൈസ് കോളം, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കസ്റ്റമൈസ് എടുത്തതിന് ശേഷം ടൈറ്റിൽ വേണ്ട, ഞാൻ ഡിലീറ്റ് ചെയ്തു. ടൈറ്റിൽ എനിക്ക് വേണ്ട, എനിക്ക് ഫസ്റ്റ് നെയിം മാത്രം മതി, ലാസ്റ്റ് നെയിം വേണ്ട, അതും ഡിലീറ്റ് ചെയ്തു. കമ്പനി നെയിം എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു. അഡ്രസ് ലൈൻ 1 ഞാൻ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് വേണ്ടാത്ത ഇമെയിൽ അഡ്രസ്സ് വേണ്ട, അതെല്ലാം ഞാൻ എന്ത് ചെയ്തു? ആവശ്യമില്ലാത്ത എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഫീൽഡ് അവിടെ ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്തു. ഇനി നോക്കി, നമുക്ക് സ്റ്റേറ്റ് വേണ്ട, ഞാൻ ഇത്രയും ഡിലീറ്റ് ചെയ്തു. ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ഇവിടെ ഫസ്റ്റ് നെയിം, അഡ്രസ് ലൈൻ 1, സിറ്റി, സിപ്പ് കോഡ്, ഇത്രയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ അഡ്രസ് ലൈൻ 1 എന്ന് എനിക്ക് വേണ്ട. അപ്പം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ഇവിടെ റീനെയിം ചെയ്ത് കൊടുക്കാം. ഞാൻ അഡ്രസ്സ് എന്ന് മാത്രം ആക്കി. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഇവിടെ സിപ്പ് കോഡ് വേണ്ടെങ്കിൽ നമുക്ക് റീനെയിം ചെയ്ത് കൊടുക്കാം. നമുക്ക് പിന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു? ഞാനവിടെ പിന്നെന്നാക്കി. അത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്തു. കണ്ടോ? അപ്പോൾ ഇത്രയും അഡ്രസ്സ് ഇവിടെ വന്നു. പുതിയ ഫീൽഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ ഇവിടെ എത്ര ഫീൽഡ് ഉണ്ട്? ഫസ്റ്റ് നെയിമും അഡ്രസ്സും സിറ്റിയും പിന്നെ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മളിവിടെ ഫസ്റ്റ് നെയിം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഒരാളുടെ പേര്, അഡ്രസ്സ് കൊടുത്തു, സിറ്റി കൊടുത്തു, പിൻ നമ്പർ കൊടുത്തു. ഇനി വീണ്ടും ന്യൂ എൻട്രി കൊടുക്കുക. അപ്പോൾ അടുത്ത ആളുടെ, അങ്ങനെ എത്ര പേര് നമുക്ക് വേണമെന്ന് വെച്ചാൽ അത്രയും പേരുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 3 പേരുടെ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്കിത് സേവ് ചെയ്യാൻ ചോദിക്കും. കണ്ടോ? സേവ് അഡ്രസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. സേവ് അഡ്രസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഫയൽ നെയിം കൊടുത്ത് നമ്മൾ ഇതിനെ സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പേരിലേക്ക് നമുക്കതിനെ സേവ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ XXX എന്ന് പറയുന്നത് പേര് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. അതായത് നമ്മളിപ്പോൾ സേവ് ചെയ്തത് എന്താണ്? ഡേറ്റാ സോഴ്സ് ആണ് നമ്മൾ സേവ് ചെയ്തത്. അത് സേവ് ആയിട്ടുണ്ട്. ഇനി നോക്കി, ഇതായിരുന്നു നമ്മൾ തയ്യാറാക്കിയ ഡോക്യുമെൻ്റ്. ഇപ്പം നമ്മൾ ആദ്യമേ മെയിൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കി, ഇപ്പോൾ ഡേറ്റാ സോഴ്സ് ക്രിയേറ്റ് ചെയ്തു, അത് സേവ് ചെയ്തു. ഇനി നമ്മൾ ഈ 2 ഫീൽഡിൽ നമ്മുടെ മൗസ് വെക്കുക. ഇവിടെയല്ലേ നമുക്ക് അഡ്രസ്സ് വരേണ്ടത്? അവിടെ മൗസ് വെച്ചതിന് ശേഷം നോക്കിയേ,
ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ എഡിറ്റ് റെസിപ്പിയൻ ലിസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇൻസേർട്ട് മെർജ് ഫീൽഡ് ഉണ്ട്. ഈ ഇൻസേർട്ട് മെർജ് ഫീൽഡ് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള 4 അഡ്രസ്സ് കൊടുക്കും. ഫസ്റ്റ് നെയിം, അഡ്രസ്സ്, സിറ്റി, പിന്നെ ഇത്രയും കാണാം. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? ഫസ്റ്റ് നെയിം ആണ് വേണ്ടത്, അത് കൊടുക്കുക. എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ഫീൽഡ് കൊടുക്കുക അഡ്രസ്സ്. അടുത്ത ഫീൽഡ് ഏതാണെന്ന് വെച്ചാൽ സിറ്റി കൊടുക്കുക. അതിനുശേഷം അടുത്ത ഫീൽഡായിട്ടുള്ള പിൻ നമ്പർ നമ്മൾ കൊടുക്കുക. പിൻ നമ്പർ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ലാസ്റ്റ് നോക്കിയേ, ഇവിടെ നമുക്ക് ഫിനിഷ് ആൻഡ് മെർജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഫിനിഷ് ആൻഡ് മെർജിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും ലാസ്റ്റുള്ള ഫിനിഷ് ആൻഡ് മെർജിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, കാണിച്ചു തരാം. കണ്ടോ, ഫിനിഷ് ആൻഡ് മെർജ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ കൊടുക്കുക. അതിൽ കൊടുത്തിട്ട് ഇവിടെ ഓൾ കൊടുത്താൽ നമ്മളിപ്പോൾ എത്ര അഡ്രസ്സ്, ഇപ്പം 3 പേരുടെ എല്ലാം 50 പേരുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം വരും. ഇനി കറണ്ട് റെക്കോർഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ അത് വരും. ഫ്രം കൊടുത്താൽ എവിടെ മുതൽ എവിടെ വരെ, ഇപ്പോൾ 1 മുതൽ 10 വരെയോ അല്ലെങ്കിൽ 10 തൊട്ട് 30 വരെ എത്ര വേണമെന്ന് വെച്ചാൽ നമുക്കത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓളാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതിനകത്ത് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ ഈ ഒരു പേജിലാണ് കൊടുത്തത്. ഫ്രം അഡ്രസ്സ് വന്നിട്ടുണ്ട് 2. കണ്ടോ, ആദ്യത്തെ ഒരാളുടെ അഡ്രസ്സ് വന്നു 2ൽ. അടുത്ത ഈ ഒരു പേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ ആളുടെ, അങ്ങനെ എത്ര പേരുടെ ഇത് രണ്ടാമത്തെ അഡ്രസ്സ്, ഇങ്ങനെ എത്ര പേരുടെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ അത്രയും പേരുടെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ലെറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൽ ഫ്രം എന്തായിരിക്കും? ഫ്രമും കണ്ടന്റ് ഒരുപോലെ ആയിരിക്കും, 2 അഡ്രസ്സിലായിരിക്കും മാറ്റം വരുന്നത്. ഇതാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പേഴ്സണലൈസ്ഡ് ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ യൂസ് ചെയ്യുന്നത്? മെയിൽ മെർജ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ മാറ്റമില്ലാത്ത പാർട്ടിനെയാണ് മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ഓഫ് നെയിംസ് ആൻഡ് അഡ്രസ്സിനെ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്? ഡേറ്റാ സോഴ്സ് ആണ്. അപ്പോൾ ഈ മെയിൻ ഡോക്യുമെൻറ്റിനെയും ഡേറ്റാ സോഴ്സിനെയും തമ്മിൽ മെർജ് ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്? മെയിൽ മെർജ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പറയാനുള്ളത്. ഇനി നമുക്ക് വേർഡിനകത്ത് 2 ടാബുകളോടെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. റിവ്യൂ ടാബും വ്യൂ ടാബും ആണ്. അപ്പം റിവ്യൂ ടാബും വ്യൂ ടാബും അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അതിന് ശേഷം വേർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് ചെയ്യാം. അപ്പോൾ നാളെ ചിലപ്പോൾ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കത്തില്ല, ഇല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും. കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും റിവിഷൻ ചെയ്ത് നോക്കുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്